വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. എന്റെ സംസാരത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ വിറകൊള്ളുന്നു. നാവിൽ ജീവനുണ്ട്, എന്നാൽ മരണവും അതിൽ തന്നെയുണ്ട്. ചില സന്ദർഭങ്ങളിൽ നാം നാവുകൊണ്ട് കൊല്ലുന്നു. നാം തീർത്തും കൊലപാതകയായി തീരുന്നു. അത് ഇനിയും നിസ്സാരമായി കണക്കാക്കാമോ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മനസാക്ഷിയെ എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എനിക്കൊരാളെ അറിയാം. അവളെപ്പറ്റി ചില കാര്യങ്ങൾ മറ്റൊരാൾ പറയുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ തീർത്തും രോഗിയായി തീർന്നു. വളരെ രക്തം നഷ്ടപ്പെടുകയും വളരെ കരയുകയും ചെയ്തു. അതിന്റെ പരിണിതഫലം വളരെ വേദനാജനകമായിരുന്നു. ഇതെല്ലാം ചെയ്തത് ഒരു വാളല്ല, ഒരു നാവാണ്. ഓ എന്റെ നിശബ്ദനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞാൻ നിശബ്ദത എന്ന വിഷയത്തെപ്പറ്റിയാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇതല്ല ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്. ദൈവവുമൊത്തുള്ള ഒരാത്മാവിന്റെ ജീവിതവും കൃപയോടുള്ള ആത്മാവിന്റെ പ്രത്യുത്തരവുമാണ്. ഒരാത്മാവിനെ വിശുദ്ധീകരിച്ച് കർത്താവ് അതുമായി ഗാഢബന്ധത്തിലാകുമ്പോൾ തന്റെ സകല ആന്തരികമായ കഴിവുകളും ഉപയോഗിച്ച് അത് ദൈവത്തെ പ്രാപിക്കാൻ ശ്രമിക്കും. എങ്കിലും അതിന് സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവം തന്നെ എല്ലാം ക്രമീകരിക്കുന്നു. ആത്മാവ് ഇതറിയുകയും ജാഗരൂകതയോടെ വർത്തിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ഇപ്പോഴും തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ഇരുളടഞ്ഞതും തോരാമഴയുടേതുമായ ദിനങ്ങൾ ഇനിയും വരും. അപ്പോഴെല്ലാം ഇതുവരെ ഉണ്ടായിരുന്ന മനോഭാവത്തേക്കാൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ നോക്കിക്കാണണമെന്ന് അത് മനസ്സിലാക്കുന്നു. വ്യാജമായ സമാധാനത്തിൽ ആശ്രയിക്കാതെ അത് യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. യോദ്ധാക്കളുടെ വംശത്തിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കുന്നു. ആത്മാവ് എല്ലാറ്റിനെക്കുറിച്ചും കൂടുതൽ ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് രാജകീയ വംശത്തിൽപ്പെട്ടതാണെന്നും അതിനെ സംബന്ധിച്ചതെല്ലാം ഉന്നതവും പരിശുദ്ധവുമാണെന്നും അതറിയുന്നു.